Hi friends, ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് ഫോർ ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹയർ പർച്ചേസർ മീൻസ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ആളുടെ ബുക്സിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ മീൻസ് പേഴ്സൺ ഹൂ പർച്ചേസ് അസറ്റ് ഫ്രം ദി ഹയർ വെൻഡറിൽ നിന്ന് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ആളെ വിളിക്കുന്നതാണ് ഹയർ പർച്ചേസ്ഡ് ബുക്കിലുണ്ടാവുന്ന അക്കൗണ്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അക്കൗണ്ട്സിൽ എന്തൊക്കെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത്. There are 3 methods of recording hire purchase transactions in the books of the hire purchaser. ഹയർ പർച്ചേസറുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സാധാരണയായിട്ട് 3 രീതിയിലാണ് ബുക്സ് റെക്കോർഡ് ചെയ്യാറുള്ളത്. ആ 3 മെത്തേഡ്സ് ആണ്. First one, full cash price method. Second one, actual cash price paid method. Third one, interest suspense method. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിൽ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. മെത്തേഡ് പറയുന്നതിന് മുമ്പ് അറിയേണ്ട കാര്യമാണ്, നമ്മൾ ഹയർ പർച്ചേസറുടെ അക്കൗണ്ടിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഹയർ പർച്ചേസർ എന്തൊക്കെ കാര്യം എഴുതുന്നുണ്ട് എന്നറിയുന്നതിന് മുമ്പ് നമുക്കിത് ചെയ്യണമെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽസ് ആവശ്യമാണ്. പർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈക്ക് ഡേറ്റ് ഓഫ് പർച്ചേസ് ഓഫ് അസറ്റ് എന്നാണ് പർച്ചേസ് ചെയ്തത്, ക്യാഷ് പ്രൈസ് ഓഫ് അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ്, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ഡൗൺ പേയ്മെൻറ്റിൻ്റെ എമൗണ്ട്, നെക്സ്റ്റ് നമ്പർ ആൻഡ് എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് എമൗണ്ട് തിരിച്ചടയ്ക്കുക. അപ്പം എത്ര ഇൻസ്റ്റാൾമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓരോ ഇൻസ്റ്റാൾമെൻറ്റ്സിനും എത്ര എമൗണ്ട് അടയ്ക്കണം, അതുപോലെ തന്നെ ഹയർ വെൻഡർ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഏത് മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്, മെത്തേഡ് ആൻഡ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ്റെ മെത്തേഡും അതുപോലെ തന്നെ റേറ്റും, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ഓഫ് ബുക്സ്, ഇതെല്ലാം കഴിഞ്ഞ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഒക്കെ പേ ചെയ്ത് എപ്പോഴാണ് ഈ ഒരു ബുക്ക് ക്ലോസ് ചെയ്യേണ്ടത്, ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയാൽ മാത്രമേ ഹയർ പർച്ചേസർക്ക് അക്കൗണ്ട് നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആയിരിക്കണം. ഫസ്റ്റ് മെത്തേഡ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ്. അപ്പോൾ ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ജേർണൽ എൻട്രീസിൽ ഫസ്റ്റ് ജേർണൽ എൻട്രിയാണ് വെൻ അസറ്റ് ഈസ് അക്വയർഡ് ഓൺ ഹയർ പർച്ചേസിൽ നമ്മൾ അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്താണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ജേർണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ അക്കൗണ്ട്. അസറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹയർ വെൻഡറിനെ ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ ചെയ്യേണ്ടത് ഫുൾ ക്യാഷ് പ്രൈസിൽ മീൻസ് എത്രയാണോ അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് മീൻസ് റിയൽ ആയിട്ട് നമ്മൾ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് വെച്ച് അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക, ഹയർ വെൻഡറുടെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ജേർണൽ എൻട്രി. സെക്കൻഡ് ജേർണൽ എൻട്രി വെൻ ഡൗൺ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്. ഡൗൺ പേയ്മെൻറ്റ് മീൻസ് ഫസ്റ്റ് പേയ്മെൻറ്റ് അടയ്ക്കുന്ന സമയത്ത് ജേർണൽ എൻട്രി ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. ഓർക്കുക, എമൗണ്ട് എന്ന് പറയുന്നത് എത്ര രൂപയാണോ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് നിങ്ങൾ പേ ചെയ്യുന്നത് ആ എമൗണ്ട് വെച്ചിട്ടാണ് ഈ ഒരു ജേർണൽ എൻട്രിയിൽ എമൗണ്ട് എഴുതേണ്ടത്. അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് ഡൗൺ പേയ്മെൻറ്റിൻ്റെ എമൗണ്ട് ആണ്. എൻട്രി ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. തേർഡ് ജേർണൽ എൻട്രി വെൻ ഇൻട്രസ്റ്റ് ബിക്കംസ് ഡ്യൂ മീൻസ് വാങ്ങിച്ച അസറ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് ജേർണൽ എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ഹയർ വെൻഡറുടെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ എത്ര എമൗണ്ട് ആണോ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് മീൻസ് നമ്മൾ കൊടുക്കാനുള്ളത് ഡൗൺ പേയ്മെൻറ്റ് കഴിച്ചിട്ട് നമ്മൾ എത്ര എമൗണ്ട് ആണോ അസറ്റിൻ്റെ മുകളിൽ പേ ചെയ്യാനുള്ളത് ആ ബാലൻസിൻ്റെ മുകളിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജ് ആണോ ആ പെർസെൻറ്റേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് എത്രയാണോ ഇൻട്രസ്റ്റ് കിട്ടുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക, ഹയർ വെൻഡർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ് എൻട്രി വെൻ ആൻ ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് പെയ്ഡ്. അപ്പോൾ ഇൻട്രസ്റ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് ഹയർ പർച്ചേസർ പേ ചെയ്യുന്ന സമയത്ത് എഴുതേണ്ട എൻട്രി ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഹയർ വെൻഡറുടെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. എത്രയാണോ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തത് അതായിരിക്കും എമൗണ്ട്. ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. നെക്സ്റ്റ് ജേർണൽ എൻട്രി വെൻ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ അസറ്റിൻ്റെ മുകളിൽ
ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ് എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അസറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഡിപ്രീസിയേഷൻ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്താൽ ക്യാഷ് പ്രൈസിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എത്ര പെർസെൻറ്റേജ് ആണോ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ക്യാഷ് പ്രൈസിനെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഡിപ്രീസിയേഷനെ ഡെബിറ്റ് ചെയ്യുക, അസറ്റിൻ്റെ എമൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. 6th one ഫോർ ക്ലോസിങ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞു. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് ടു ഹയർ വെൻഡർ അക്കൗണ്ട് ആണ്. എത്രയാണോ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത് ആ ഇൻട്രസ്റ്റിന് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ മുകളിൽ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് കാണിക്കുക. ഇനി ഇയർ എൻഡിങ്ങിൽ എക്സ്പെൻസുകൾ, റവന്യൂ എക്സ്പെൻസുകളും അതുപോലെ തന്നെ റവന്യൂ ഇൻകംസും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ഡെബിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻട്രസ്റ്റിനെ ക്രെഡിറ്റ് ചെയ്യുക. എത്രയാണ് ഈ വർഷം ചാർജ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് വെച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ലാസ്റ്റ് ജേർണൽ എൻട്രി ഫോർ ക്ലോസിങ് ഡിപ്രീസിയേഷൻ. ഇൻട്രസ്റ്റിനെ പോലെ തന്നെയാണ് ഡിപ്രീസിയേഷനും എക്സ്പെൻസ് ആണ്, അതിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വെച്ചിട്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഡിപ്രീസിയേഷൻ. ഇത്രയാണ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ്. അപ്പോൾ ഈ എൻട്രീസിൽ അസറ്റ് പർച്ചേസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡൗൺ പേയ്മെൻറ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ ജേർണൽ എൻട്രീസും ഏത് ഇയറിലാണോ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ആ ഇയർ വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ടി വരും. ലാസ്റ്റ് ക്ലോസിംഗ് ഡേറ്റിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഇത് നിർത്തേണ്ടത്. അപ്പോൾ എൻട്രീസ് ഒന്നുകൂടെ നോക്കാം. അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം അറിയാം, അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അത് ആര് കടത്തിന് വാങ്ങുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ആ വാങ്ങിക്കുന്ന ആളെ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ജേർണൽ എൻട്രി ഇങ്ങനെ വന്നത്. അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ഹയർ വെൻഡർ അക്കൗണ്ട്. അസറ്റിനെ നമ്മൾ വാങ്ങിച്ചപ്പോൾ ഡെബിറ്റ് ചെയ്തു, ഹയർ വെൻഡറിനെ ക്രെഡിറ്റ് ചെയ്തു. ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുകയാണ്. അയാൾക്ക് കൊടുക്കാനുള്ള ക്യാഷിൻ്റെ കുറച്ച് എമൗണ്ട് നമ്മൾ കൊടുക്കുന്നു. അയാളുടെ അക്കൗണ്ട് ഓൾറെഡി നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ കൊടുക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഹയർ വെൻഡറിനെ ഡെബിറ്റ് ചെയ്തു. എത്ര എമൗണ്ട് ആണോ കൊടുക്കുന്നത് അത് ക്യാഷാണ്. അപ്പോൾ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ ഗോസ് ഔട്ടാണ്, അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ എൻട്രി ഹയർ വെൻഡർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഹയർ പർച്ചേസറെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇൻട്രസ്റ്റിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആളെന്ന് പറയുന്നത് അത് കൊടുക്കേണ്ടതാണ് ഹയർ വെൻഡർക്ക്. അപ്പോൾ അയാളുടെ അക്കൗണ്ടിൽ ഇപ്പം കൊടുക്കാനുള്ളത് പ്ലസ് കുറച്ച് എമൗണ്ട് കൂടെ വരും, ഇൻട്രസ്റ്റും കൂടെ കൊടുക്കാനുണ്ടാവും. അതുകൊണ്ടാണ് ഹയർ വെൻഡർ ഇൻക്രീസ് ചെയ്യുന്നത്. മീൻസ് നമുക്ക് കൊടുക്കാനുള്ള ക്യാഷ് ഒരാളുടെ എമൗണ്ട് കൂടുന്നു. അപ്പോൾ ഒരു ലയബിലിറ്റി കൂടിയാൽ അതിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതാണ് എൻട്രി ഹയർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് ടു ഹയർ വെൻഡർ. നെക്സ്റ്റ് എൻട്രി ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് നമ്മൾ പേ ചെയ്യുകയാണ്. അപ്പോൾ പേ ചെയ്യുന്ന സമയത്ത് ഹയർ വെൻഡർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിൻ്റെ അളവ് കുറയാണ്. അതുകൊണ്ട് തന്നെ ഹയർ വെൻഡർ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അതുപോലെ ക്യാഷ് കൊടുക്കുന്നതുകൊണ്ട് ക്യാഷ് വീണ്ടും ഗോസ് ഔട്ടാണ്. അതുകൊണ്ട് തന്നെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് ആവുന്ന സമയത്ത് അതിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് നമ്മൾ പേ ചെയ്യുകയല്ല ചെയ്യുന്നത്, അസറ്റിൻ്റെ വാല്യൂവിന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. അതാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ് അക്കൗണ്ട്. നെക്സ്റ്റ് എല്ലാ എക്സ്പെൻസുകളും ഇയർ എൻഡിങ്ങിൽ ക്ലോസ് ചെയ്യണം. അങ്ങനെ ക്ലോസ് ചെയ്യുന്ന എൻട്രീസാണ് ഇൻട്രസ്റ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ ഇരുന്നാണ് ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ തുടങ്ങിയിട്ടുള്ള എക്സ്പെൻസുകൾ. അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഡിപ്രീസിയേഷൻ. ഇത്രയാണ് ജേർണൽ എൻട്രീസ്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. താങ്ക് യു.